തന്റെ ഏകാധിപത്യം ഉറപ്പിക്കാൻ ഹിറ്റ്ലർ ജർമ്മനിയിൽ ഭരണഘടനാ ഭേദഗതി ചെയ്തപ്പോൾ ഹീബൽസ് അന്ന് ഡയറിയിൽ എഴുതിയത് ജർമ്മൻ വിപ്ലവം ആരംഭിച്ചു എന്നാണ്. ഇന്ദിരാഗാന്ധി അവരുടെ ഏകാധിപത്യം ഉറപ്പിക്കാൻ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ വാഷിംഗ്ടണിലുള്ള ഇന്ത്യൻ അംബാസഡർ അമേരിക്കൻ പത്രപ്രവർത്തകരോട് പറഞ്ഞത് ഇന്ത്യ കടന്നു പോകുന്നത് ഒരു വിപ്ലവത്തിലൂടെ എന്നാണ്. ഗീബൽസിനെ തലവനാക്കി ഹിറ്റ്ലർ മാധ്യമങ്ങളെ നിശബ്ദരാക്കാൻ അടിച്ചമർത്താൻ കൊണ്ടുവന്ന നിയമമാണ് റീച്ച് പ്രസ് ലോ. ഏത് വാർത്തയും പ്രസിദ്ധീകരിക്കണമെങ്കിൽ ഗീബൽസിന്റെ അനുമതി വേണം. അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധി പത്രമാധ്യമങ്ങൾക്കെതിരെ സെൻസർഷിപ്പ് കൊണ്ടുവന്നിരുന്നു. എല്ലാ വാർത്തകളും സഞ്ജയ് ഗാന്ധിയുടെയും ശിങ്കടികളുടെയും അനുമതിയോടെ മാത്രമേ പ്രസിദ്ധീകരിച്ചിരുന്നുള്ളൂ. അവർക്കിഷ്ടമില്ലാത്തത് പുറം ലോകം കണ്ടിട്ടുമില്ല. അടിയന്തരാവസ്ഥ കാലത്ത് ഗാന്ധിയുടെയും നെഹ്റുവിന്റെയും എന്തിന് ഗീതാവചനങ്ങൾ പോലും പത്രത്തിൽ നൽകുന്നതിന് വിലക്കുണ്ടായിരുന്നു. ഹിറ്റ്ലർ അധികാരത്തിലെത്തി അല്പം കഴിഞ്ഞ് ജർമ്മനിയിൽ ഒരു പുതിയ ഭരണക്രമം വരണമെന്ന് നാസി ജേതാവ് ജോംചിം റിബൻട്രോപ്പ്, അതായത് പിൻകാലത്ത് ഹിറ്റ്ലറിന്റെ വിദേശകാര്യമന്ത്രിയായിരുന്ന അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ കസിനും ലണ്ടൻ ഹൈക്കമ്മീഷണറുമായിരുന്ന BK നെഹ്റു ഇന്ത്യയിൽ ഫ്രാൻസിലെ മാതൃകയിൽ പ്രസിഡന്റ് ഭരണം കൊണ്ടുവരികയും ഇന്ദിര പ്രസിഡന്റ് ആവുകയും അതുവഴി ഇന്ത്യയിൽ ഒരു പുതിയ ഭരണക്രമം വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഹിറ്റ്ലറിന്റെ ഏകാധിപത്യത്തിന്റെ ക്രൂരതയ്ക്ക് വികസനത്തിന്റെ മുഖം നൽകാൻ അദ്ദേഹം ഒരു 25 പരിപാടി ജർമ്മനിയിൽ അവതരിപ്പിച്ചിരുന്നു. അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ ക്രൂരതകൾക്ക് വെള്ളപൂശാൻ ഇന്ദിരാഗാന്ധി ചെയ്തതൊരു 20 പരിപാടി കൊണ്ടുവന്നു എന്നതാണ്. 5 പരിപാടികളുടെ അകലം മാത്രമേ ഇന്ദിരയും ഹിറ്റ്ലറും തമ്മിലുണ്ടായിരുന്നുള്ളൂ. സമരങ്ങളെ, തൊഴിലാളി സംഘടനകളെ ഹിറ്റ്ലർ നിരോധിച്ചിരുന്നു. ലേബർ ഫ്രണ്ട് എന്ന ഗവൺമെന്റ് ബോഡിയാണ് ഹിറ്റ്ലർ ഇവയ്ക്ക് ബദലായി അവതരിപ്പിച്ചത്. 1975 നവംബർ 15 INTC-യുടെ ജനറൽ കൌൺസിൽ ഉദ്ഘാടനം ചെയ്തത് ഇന്ദിരാഗാന്ധി സമരങ്ങളുടെയും ട്രേഡ് യൂണിയനുകളുടെ നിരോധനത്തെപ്പറ്റി സൂചിപ്പിച്ചുകൊണ്ട് പ്രസംഗിച്ചിരുന്നു. സമരങ്ങൾ നിരോധിക്കപ്പെട്ടു. 2000-ഓളം വരുന്ന തൊഴിലാളി സംഘടനാ പ്രവർത്തകർ അഴിക്കുള്ളിലായി. മാത്രമല്ല 1976 ജനുവരി ആരംഭത്തിൽ തൊഴിലാളികളുടെ ക്ഷേമത്തിനു വേണ്ടി ഇന്ദിരാഗാന്ധി സ്റ്റേറ്റ് ലേബർ അഡ്വൈസറി ബോർഡുകളും അപ്പെക്സ് ബോഡികളും രാജ്യത്തുടനീളം കൊണ്ടുവന്നു. ഇവയുടെ കീഴിൽ ഫാക്ടറി തലത്തിൽ ഷോപ്പ് കൌൺസിലുകളും തൊഴിലാളി സംഘടനകളിൽ അടിയന്തരാവസ്ഥ അനുകൂല കമ്മിറ്റികളും നിലവിൽ വന്നു. നാസികളെ പോലും നാണിപ്പിക്കും വിധം ഇന്ത്യ മുഴുവൻ മൃഗങ്ങളെപ്പോലെ ഇന്ത്യൻ ജനതയെ വന്ധ്യകരണം നടത്തിയത് വേറെ. ഹിറ്റ്ലർ ശ്വസിച്ചുവിട്ട ശ്വാസത്തിന്റെ കാറ്റ് ഇന്ത്യയിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഇന്ദിരാഗാന്ധിയിലൂടെ മാത്രമായിരുന്നു. അത്രത്തോളം സാമ്യതയുണ്ടായിരുന്നു അടിയന്തരാവസ്ഥ കാലത്തെ അവരുടെ ഭരണവും ഹിറ്റ്ലറിന്റെ ഭരണവും. എല്ലാ കാലത്തും അങ്ങനെയൊരു സാമ്യതയിലൂടെ വരുന്ന ചളിപ്പ് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇന്ന് നരേന്ദ്രമോദിയെ കോൺഗ്രസുകാർ ഹിറ്റ്ലറുമായി ഉപമിക്കുന്നത്. ഇന്ദിരയുടെ ഭരണകാലത്താണ് അത്തരമൊരു ഉപമ അവർ നടത്തിയിരുന്നതെങ്കിൽ മീസ പ്രകാരം അഴിക്കുള്ളിൽ കിടന്നേനെ. പക്ഷേ ഹിറ്റ്ലറുമായി ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ സാമ്യത ഇതൊന്നുമല്ല. അത് ഒരേ സമയം നമ്മളെ അത്ഭുതപ്പെടുത്തുകയും അസ്വസ്ഥപ്പെടുത്തുകയും ചെയ്യും. ദേവകാന്ത് ബറുവയുടെ പ്രസിദ്ധമായ ആ വാക്കുകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഇന്ദിരാഗാന്ധിയെ ന്യായീകരിച്ച് ബറുവ പറഞ്ഞത് ഇന്ത്യ തന്നെ ഇന്ദിര, ഇന്ദിര തന്നെ ഇന്ത്യ എന്നാണ്. 1934 ഫെബ്രുവരി 25 കോണിഗ്സ് പാഴ്സിൽ വെച്ച് നടന്ന നേതാക്കളെ അഭിസംബോധന ചെയ്ത റേഡിയോ പ്രസംഗത്തിൽ നാസി നേതാവ് റുഡോൾഫ് ഫെസ്റ്റ് ബറുവയ്ക്ക് മുന്നേ തന്നെ അത് പറഞ്ഞിരുന്നു. അഡോൾഫ് ഹിറ്റ്ലറാണ് ജർമ്മനി, ജർമ്മനിയാണ് അഡോൾഫ് ഹിറ്റ്ലർ.